എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ആ ദിവസത്തെ പോളിയോ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇത് സൺഡേ ആണ്. അപ്പം എല്ലായിടത്തും പോളിയോ വാക്സിൻ ജനിച്ച ഉടൻ മുതൽ 5 വയസ്സിന് വരെയുള്ള കുട്ടികൾക്ക് പോളിയോ കൊടുക്കണം. അപ്പോൾ ആദുനെയും കൊണ്ട് പോവുകയാണ്. അപ്പോൾ അത് എന്നും സ്ഥിരം പഠിക്കാനായിട്ട് പോകുന്ന അങ്കണവാടിയിലാണ് പോകുന്നത്. അപ്പോൾ ആദുവിന് പോകാനായിട്ട് ചെറിയ മടിയുണ്ട്. കാരണം അവിടെ പിടിച്ചിരുത്തോ, ഇനി അവിടെ ക്ലാസ് ഉണ്ടോ എന്നൊക്കെയുള്ള ടെൻഷനിലാണ് അത് പതുക്കെ പോകുന്നത്. കരഞ്ഞൊക്കെയാണ് പോകുന്നത്. അമ്മ എനിക്ക് പോകണ്ട. അപ്പം ഞാൻ ഇങ്ങനെ മരുന്ന് കുടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്, കരയണ്ട, ഇപ്പം തിരിച്ച് വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടും ആൾ ഭയങ്കരമായിട്ട് മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടീച്ചറാണിത്. അപ്പോൾ അവിടെ നിന്ന് പോളിയോ മരുന്നൊക്കെ കഴിച്ചിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ അത് പറയുന്ന അമ്മ വീട്ടിൽ പോകാം, നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറയുന്നുണ്ട്. പോവാം അമ്മയെ പോവാം. എന്നിട്ട് ടീച്ചറിൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. എങ്ങനെയെങ്കിലും വീട്ടിൽ പോയി ചേട്ടൻ്റെ കൂടെ കളിച്ചാൽ മതിയെന്നായി അതിന്. എന്നിട്ട് നമ്മൾ പോളിയോ കൊടുത്തിട്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് നമുക്കിന്ന് ഉച്ചത്തേക്ക് ലഞ്ചിന് ചിക്കനാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കഴുകി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കറി വയ്ക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ നമ്മൾ മുളകും മല്ലിയൊക്കെ വറുത്തിട്ടാണ് ഈ ചിക്കനിൽ മസാലയും എല്ലാം പുരട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും ചിക്കന്. അപ്പോൾ സ്ഥിരം നമ്മൾ മുളകും മല്ലിയും വറുത്തിട്ടാണ് ചിക്കൻ കറി വെക്കുന്നത്. എന്നിട്ട് സവോളയൊക്കെ നന്നായിട്ട് വഴട്ടി നല്ല ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കണം. അപ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇന്ന് പിന്നെ ചിക്കൻ ഉള്ളതുകൊണ്ട് അധികം ഡിഷസ് ഒന്നും തയ്യാറാക്കുന്നില്ല. ഒരവിയലും സലാഡും ചിക്കനും മാത്രമേ ഇന്നുള്ളൂ. പിന്നെ ഇന്ന് ഒരുപാട് ജോലിയുണ്ട്. അപ്പോൾ അനിയന് കുറച്ച് സാധനങ്ങൾ കൊടുത്തേക്കുന്നുണ്ട്. അപ്പോൾ അച്ചാറൊക്കെ ഉണ്ടാക്കണം. പിന്നെ കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതൊക്കെ തയ്യാറാക്കാനുള്ളത്. ഇന്ന് കുറച്ച് ആഹാരം മാത്രം ഉണ്ടാക്കിയതെന്ന് വിചാരിച്ചു. പിന്നെ ചിക്കൻ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ വേറെ ഒന്നും അധികം വേണ്ട ഇന്നത്തേക്ക്. നമ്മൾ ചിക്കൻ വയ്ക്കുമ്പോഴത്തേക്ക് അതിലധികം വെള്ളമൊന്നും ആഡ് ചെയ്യാറില്ല. ചിക്കനിലുള്ള വെള്ളം ഊന്നിറങ്ങിയാണ് അതിൽ ഗ്രേവി ആകുന്നത്, അല്ലാതെ വെള്ളമൊന്നും ഒഴിക്കാറില്ല. എന്തോ അപ്പോൾ ഒരു ടേസ്റ്റ് കുറവ് കണക്കാണ് തോന്നുന്നത്. അങ്ങനെ വെള്ളമൊന്നും ഒഴിക്കാതെ നമ്മുടെ ചിക്കൻ കറി റെഡിയാക്കി എടുത്ത് പിന്നെ സലാഡിന് വേണ്ടിയുള്ള ക്യാരറ്റൊക്കെ കട്ട് ചെയ്തെടുത്തു. ഞാൻ വോയിസ് ഓവർ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ആ ദിവസം ബാക്കിൽ കൂടി വന്നിട്ട് സംസാരിക്കുകയാണ്. ഭയങ്കര ശല്യമാണ് അത് കാരണം എനിക്ക് മിക്ക ഇതിനും വോയിസ് കൊടുക്കാൻ പറ്റാറില്ല. ഭയങ്കര കുരുത്തക്കേടാണ് അത് കുട്ടൻ. പിന്നെ ഫോൺ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും സമ്മതിക്കത്തില്ല. ഭയങ്കര ശല്യമാണ്. ഇങ്ങനെ ഓരോ കുസൃതി കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പം തന്നെ വന്ന് കുസൃതി കാണിക്കുന്നുണ്ട്. എന്നെ മുടിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എന്നെ ഒന്നിനും സമ്മതിക്കില്ല. അത്രയ്ക്ക് കുരുത്തക്കേടാണ് അതൊക്കെ തന്നെ. പിന്നെ സലാഡ് സേതുവിനും അതും ഇഷ്ടമാണ്. അങ്ങനെയാണ് സലാഡ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. അങ്ങനെ സലാഡിനുള്ള പച്ചക്കറിയെല്ലാം കട്ട് ചെയ്തെടുത്തു. പിന്നെ അവിയൽ അമ്മയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആദുവിന് ചിക്കൻ ഫ്രൈ ആണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതിന് ലെഗ് പീസ് തന്നെ വേണമെങ്കിൽ അത് കൂട്ടാൻ കഴിക്കുള്ളൂ. അങ്ങനെ നമ്മുടെ ലഞ്ചിനുള്ളതെല്ലാം റെഡിയായി. അങ്ങനെ ലഞ്ച് കഴിക്കാനായിട്ട് കൊണ്ടുവച്ചപ്പോഴത്തേക്കും സേതുവിന് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ ആവശ്യത്തിനുള്ളത് അവൻ തന്നെ കോരി എടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ നമ്മളെല്ലാവരും കഴിക്കാനായിട്ടിരുന്ന്. അമ്മയ്ക്ക് വ്രതം ആയതുകൊണ്ട് അമ്മ നമ്മളോടൊപ്പം വന്നിരുന്ന് കഴിച്ചില്ല. അമ്മയ്ക്ക് അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് വ്രതമായിരുന്നു. അപ്പോൾ ആദ്യക്കൂട്ടം പിണങ്ങിയിരിക്കുന്നു, ചോറ് വേണ്ടെന്നും പറഞ്ഞ് പിണങ്ങിയിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ദിവസം വന്ന് കഴിക്കാനായിട്ടിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ കഴിച്ചു. ഇനി നമുക്ക് കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് പോയി സാധനങ്ങളൊക്കെ വാങ്ങണം. അച്ചാറിടുള്ള ഐറ്റംസും അച്ചാറിടാൻ മാങ്ങയും വെളുത്തുള്ളിയും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം അരഞ്ഞ് ഉപ്പൊക്കെ ഇട്ട് വെച്ചു. ഇനി അതെല്ലാം അതിന് നല്ലെണ്ണയും മറ്റുമൊക്കെ വാങ്ങിക്കാൻ പോകണം. ചോറ് കഴിച്ചതിന് ശേഷം പോകാൻ വിചാരിച്ചു. സേതു കാർട്ടൂൺ കണ്ടുകൊണ്ടാണ് ചോറ് കഴിക്കുന്നത്. അതും അവിടെ പിണങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് കഴിക്കാനായിട്ട് വന്നു. അപ്പം ഞാൻ ഇരിക്കുന്നിടത്ത് ഇരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ എണീച്ച് മാറിക്കൊടുത്തു. അപ്പോൾ അവിടെ വന്ന് ഇരിക്കാമെന്ന് പറഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ കഴിക്കാനായിട്ട് 1-2 മണിക്കൂർ എടുക്കും. അത്രയും സമയം വേണം കഴിക്കാനായിട്ട്. പതുക്കെ കഴിക്കത്തുള്ളൂ. ഈ സൺഡേ നമ്മൾ കാന്താര 2 കാണാൻ പോകണം എന്ന് വിചാരിച്ചതാണ്. പിന്നെ സേതുവിന് എക്സാം തുടങ്ങിയത് കൊണ്ട് അടുത്ത ആഴ്ച പോകാമെന്നും പറഞ്ഞിരിക്കുക. അപ്പോൾ സേതുവിനും ആദുവിനും കാണാനായിട്ട് ഭയങ്കര ആകാംക്ഷയോടെ ഇരിക്കുകയാണ്, കാന്താര 2 കാണാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ആഴ്ചയെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ പോകാം. എന്തായാലും നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഫിലിം കാണാൻ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ പോകാൻ സമയത്ത് ബുക്ക് ചെയ്യാം, സീറ്റ് കിട്ടുന്നെങ്കിൽ പോകാം എന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ആ ദിവസം കഴിക്കാനായിട്ട് വന്നു. അങ്ങനെ അമ്മ വെള്ളമൊക്കെ കൊണ്ടു തന്നു. അതുകൂട്ടങ്ങ് ചിക്കൻ്റെ ലെഗ് പീസ് കൊടുത്തു. ഇനി കുറേ നേരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കുക. അത് കഴിഞ്ഞിട്ടേ കഴിക്കാൻ തുടങ്ങുള്ളൂ. വീണ്ടും എണീച്ച് പോയി സീറ്റിൽ വന്നിരുന്നിട്ട്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം മെല്ലിൽ പോകണം. നമുക്ക് കുറച്ച് മുളക് പൊടിക്കാനുണ്ട്. അപ്പോൾ അനിയന് മുളക് 1 കിലോ കൊടുത്തേക്കണം. അപ്പോൾ അത് പൊടിക്കാനായിട്ട് പോയി. അപ്പോൾ കൂടെ ആദു വന്നു.
അപ്പോൾ അടുത്തൊരു കടയുണ്ട്, അവിടെ നിന്ന് കിൻഡർ ജോയ് വേണമെന്നും പറഞ്ഞ് കരച്ചിലായി. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ കിൻഡർ ജോയ് ചേട്ടനും കൂടി പകുതി കൊടുക്കാമെന്നൊക്കെ സമ്മതിച്ചാണ് വാങ്ങിച്ചത്. കാരണം ഒന്നിന് 50 രൂപയാണല്ലോ. അപ്പോൾ രണ്ടുപേർക്കും കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ പിന്നെ വീണ്ടും 100 രൂപ വേണ്ടേ, അങ്ങനെ ഒന്നും ആശുപത്രിയിൽ പകുതി ചേട്ടൻ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അത് വണ്ടിയിലിരുന്നേ കഴിച്ചു പുള്ളിക്കാരെ. വീട്ടിൽ വന്നിട്ട് പിന്നെ ആ ടോയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. ഇന്ന് ഉറക്കത്തിൽ വരാതായിരിക്കും ആ ടോയ്. അങ്ങനെ പിന്നെ നമ്മൾ അച്ചാറെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. അതൊന്നും അന്നേരം വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പാക്ക് ചെയ്ത സാധനങ്ങളെല്ലാം കവറിലാക്കി വെച്ച് വൈകുന്നേരം അനിയൻ്റെ ഫ്രണ്ട് വരും കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ എല്ലാം നേരത്തെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചായിരുന്നു. പുളിയും പിന്നെ പച്ചക്കറിയൊക്കെ ഉണ്ട്, കായുണ്ട്, മാങ്ങയുണ്ട്, മാങ്ങ അച്ചാർ, വെളുത്തുള്ളി അച്ചാർ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ ബേക്കറി ഐറ്റംസും ഉണ്ട്. അപ്പോൾ എല്ലാം ഒരു 15 കിലോയോളം വരും. അപ്പോൾ അത്രയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ അത്രയും പാക്ക് ചെയ്ത് വെച്ചത്. അപ്പോൾ ഡിന്നറിന് നമ്മൾ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ബൈ.